എൻ്റെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സകലതും നമുക്ക് നൽകിത്തരാതിരിക്കുമോ? സ്വർഗത്തിലെ ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ക്രൂശിൽ അവസാനമുള്ള രക്തം വരെയും കർത്താവ് നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് നമുക്ക് വേണ്ടി ജീവനെ മറുവിലയായി തന്ന് നമ്മുടെ പാപങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നും നമ്മുടെ പ്രതിസന്ധികളിൽ നിന്നും എല്ലാം വിടുവിക്കുവാൻ തക്കവണ്ണം ക്രൂശിൽ കർത്താവ് തകർക്കപ്പെട്ടു. കർത്താവ് വചനത്തിൽ പറയുന്നു, ഈ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എൻ്റെ ദൈവം സ്നേഹമാണ്. നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ, നമ്മൾ ഈ ദൈവത്തെ അറിയുന്നുവെങ്കിൽ, ഈ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നമ്മൾ നിൽക്കുന്നുവെങ്കിൽ, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളോ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളോ നമ്മൾ അനുഭവിക്കുന്ന പ്രതികൂലങ്ങളോ എന്തു തന്നെയാണെങ്കിലും ഈ നിമിഷം നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഈ 2025 കഴിയുന്നതിന് മുമ്പേ നമ്മൾ കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നുന്ന ദൈവിക അനുഗ്രഹങ്ങളാൽ നിറച്ച് നമ്മൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി ദൈവം നമ്മെ നടത്തുവാൻ സർവ്വശക്തിയുള്ള ദൈവമാണ്. വചനത്തിൽ പറയുന്നു, വിട്ടിലും വിട്ടുക്കളിയും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരമായി ഞാൻ നിങ്ങൾക്ക് നൽകി തരുമെന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടാലും, എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിശാച് എടുത്തു കളഞ്ഞെന്ന് പറഞ്ഞാലും, എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ നേരിട്ടാലും അതിനെയൊക്കെയും ജയിക്കുവാനുള്ള ദൈവിക അധികാരം, അതിനെയൊക്കെയും അതിജീവിക്കുവാനുള്ള ദൈവശക്തി, ആ ഒരു ആത്മ പകർച്ച കർത്താവ് നമ്മുടെ മേൽ പകരുവാൻ ഇടയായിത്തീരും. നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഈ കർത്താവിൻ്റെ പാദപീഠത്തിൽ താഴ്ത്തി ഏൽപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ഈ വചനത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മളെ മാനിച്ചു ഉയർത്തുവാനായിട്ട് ഇടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.